ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയലിസം ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. മീനിങ് ഓഫ് റിയലിസം. റിയലിസം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾഡസ്റ്റ് അപ്രോച്ചസ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിലെ ഒരു ഓൾഡസ്റ്റ് അപ്രോച്ചാണ് ഏത് റിയലിസം എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് international politics mainly in terms of power, national interest and conflict. അപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പവർ, നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നീ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിയലിസ്റ്റ് ബിലീവ്സ് ദാറ്റ് ദി ഇൻ്റർനാഷണൽ സിസ്റ്റം ഈസ് അനാർക്കിക്. അല്ലേ, അവിടെ ദർ ഇസ് നോ വേൾഡ് ഗവൺമെൻറ്, സോ സ്റ്റേറ്റ് മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദെയർ ഓൺ പവർ ഫോർ സർവൈവൽ. അപ്പോൾ അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി അവരുടെ പവർ ഉപയോഗിക്കും. അവരുടെ പവറിനെ ആശ്രയിച്ചാണ് ഓരോ സ്റ്റേറ്റും സർവൈവ് ചെയ്ത് നിന്ന് പോകുന്നത്. സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ റിയലിസം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എമംഗ് നേഷൻസ് ഇസ് എ സ്ട്രഗിൾ ഫോർ പവർ ആൻഡ് സെക്യൂരിറ്റി. പവറിന് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും സ്ട്രഗിൾ ചെയ്യുന്നവരുടെ പൊളിറ്റിക്സ് ഉണ്ട്. ആ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ റിയലിസത്തിൽ പറഞ്ഞു പോകുന്നത്. ഡെഫിനിഷൻസ് ഓഫ് റിയലിസം. ഹാൻസ് ജെ മോർഗന്തോ. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് എ സ്ട്രഗിൾ ഫോർ പവർ. അത് മോർഗന്തോ ഡെഫിനിഷനാണ്. എച്ച് കാറിൻ്റെ പൊളിറ്റിക്സ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ പവർ ആൻഡ് നാഷണൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ മൊറാലിറ്റി. മൊറാലിറ്റിയേക്കാളും പവറിനും നാഷണൽ ഇൻട്രസ്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊളിറ്റിക്സാണ് റിയലിസം എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ മോർഗന്തോയുടെയും എച്ച് കാറിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിയലിസം. തുസിഡൈഡ്സ് എക്സ്പ്ലെയിൻ പവർ പൊളിറ്റിക്സ് ഇൻ ദി പെലിപ്പൊണേഷ്യൻ വാർ. Then Niccolo Machiavelli, power politics in the Prince. തോമസ് ഹോബ്സോ, ഐഡിയ ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻ ലെവിതൻ. അപ്പോൾ ടെക്സ്റ്റുകളുടെ പേര് പഠിച്ചു വയ്ക്കുക. എവിടെയാണ് പവർ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇത് മൂന്നും പഠിച്ചു വയ്ക്കുക. മോഡേൺ റിയലിസം ഡെവലപ്പ് ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് എസ്പെഷ്യലി ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് വെൻ ഐഡിയലിസ്റ്റ് ഐഡിയാസ് ഫെയിൽ ടു പ്രിവെൻറ്റ് വാർ. അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷവും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷവും ആണ് ഈ രണ്ട് യുദ്ധം വന്നതോടുകൂടി ഐഡിയലിസ്റ്റുകളുടെ ആ ഒരു ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഐഡിയൽസിനെതിരെ വന്നതാണ് ഈ റിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കോർ അസംഷൻസ് ഓഫ് റിയലിസം. ഒന്നാമത്തത്, സ്റ്റേറ്റ് ഈസ് ദ മെയിൻ ആക്ടർ. അപ്പോൾ റിയലിസ്റ്റ് ബിലീവ് നാഷൻ സ്റ്റേറ്റ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ആരാണ്? നാഷൻ സ്റ്റേറ്റ്സ് ആണ്, ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയും. അതർ ആക്ടേഴ്സ് ലൈക്ക് NGOs ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഹാവ് ലിമിറ്റഡ് ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. NGOയ്ക്കും അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആക്ടേഴ്സ് ആരാണ്? നാഷൻ സ്റ്റേറ്റ്സ് ആണ്. രണ്ടാമത്തത്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഈസ് അനാർക്കിക്. ദർ ഈസ് നോ സെൻട്രൽ അതോറിറ്റി എബോവ് സ്റ്റേറ്റ്സ്. അല്ല, ഒരു വേൾഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഹയർ അതോറിറ്റി അവിടെ ഇല്ല. അതുകൊണ്ടൊരു സെൻട്രൽ അതോറിറ്റിയും ഇല്ല. അൺലൈക്ക് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ദർ ഈസ് നോ വേൾഡ് ഗവൺമെൻറ് ടു കൺട്രോൾ സ്റ്റേറ്റ്സ്. മൂന്നാമത്തത്, നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് സുപ്രീം. എവരി സ്റ്റേറ്റ് acts according to national interest, especially security and survival. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അതിൻ്റെ നിലനിൽപ്പ് ഇതിനൊക്കെയാണ് പ്രാധാന്യം. അപ്പോൾ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തിനും തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധമാണെങ്കിൽ യുദ്ധം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ മിലിറ്ററി അലയൻസസ്, ഡിഫൻസ് പോളിസി എക്സെട്ര. നാലാമത്തത്, പവർ ഈസ് ദ കീ എലമെൻറ്റ്. റിയലിസം എന്ന് പറയുന്നത് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്, റിയലിസം പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് പവർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ്.
പവർ ഡിറ്റർമൈൻസ് ദ പൊസിഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്. വേൾഡ് പൊളിറ്റിക്സിൽ പവറാണ് ഒരു രാജ്യത്തിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്. പവർ ഇൻക്ലൂഡ്സ് ഏതൊക്കെ പവറാണ്? മിലിറ്ററി പവർ, എക്കണോമിക് പവർ, പൊളിറ്റിക്കൽ പവർ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി. ഒരു രാജ്യത്തിൻ്റെ സൈനികമായിട്ടുള്ള അധികാരം, അതിൻ്റെ സാമ്പത്തിക ശേഷി, രാഷ്ട്രീയ ഇൻഫ്ലുവൻസ്, പിന്നെ അതിൻ്റെ ടെക്നോളജി എന്തുമാത്രമാണ്. ഇത് ഇത്രയുമാണ് ഒരു പവറിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അഞ്ചാമത്തെ പോയിൻറ്റ്, കോൺഫ്ലിക്റ്റ് ഈസ് നാച്ചുറൽ. അതായത് ഈ റിയലിസ്റ്റുകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ആർ അൺഅവോയ്ഡബിൾ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും. പീസ് ഈസ് ഓഫൺ ടെമ്പററി. മൊറാലിറ്റി ഹാസ് ലിമിറ്റഡ് റോൾ. റിയലിസ്റ്റ് ആർഗ്യൂ ദാറ്റ് മോറൽ പ്രിൻസിപ്പിൾസ് കനോട്ട് ഗൈഡ് ഫോറിൻ പോളിസി കംപ്ലീറ്റ്ലി. അത് നമുക്കൊരു ഫോറിൻ പോളിസിയെ കംപ്ലീറ്റ് ആയിട്ട് മോറൽ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് റിയലിസ്റ്റ് പറയുന്നത്. സ്റ്റേറ്റ് മസ്റ്റ് സംടൈംസ് ടേക്ക് പ്രാഗ്മാറ്റിക് ഡിസിഷൻ ടു സർവൈവ്. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്ത് നിന്നു പോകാനായിട്ട് പലപ്പോഴും സ്റ്റേറ്റിന് പ്രാഗ്മാറ്റിക് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയലിസം. ഹാൻസ് മോർഗന്തോടെ ഒരു റിയലിസവുമായി ബന്ധപ്പെട്ട 6 പ്രിൻസിപ്പിൾസാണ്. പൊളിറ്റിക്സ് ഈസ് ഗവേൺഡ് ബൈ ഒബ്ജക്റ്റീവ് ലോസ്. അപ്പോൾ പൊളിറ്റിക്സ് ഫോളോസ് ലോസ് ആൻഡ് റൂട്ടഡ് ഇൻ ഹ്യൂമൻ നേച്ചറാണ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ലോസ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് പവർ. അല്ലേ, നമ്മുടെ താല്പര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് പോലും പവർ എന്ന ടേംസിലാണ്. സ്റ്റേറ്റ് പെർസ്യൂ നാഷണൽ ഇൻട്രസ്റ്റ് ത്രൂ പവർ. മൂന്നാമത്തത്, ഇൻട്രസ്റ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ അനുസരിച്ച് ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മോറൽ പ്രിൻസിപ്പിൾസ് കനോട്ട് ബി അപ്ലൈഡ് യൂണിവേഴ്സലി. അതായത് നമുക്ക് ധാർമ്മികമായിട്ടുള്ള ആ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളൊന്നും ഒരു ആഗോളതലത്തിൽ അങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. നാഷണൽ മൊറാലിറ്റി, യൂണിവേഴ്സൽ മൊറാലിറ്റി. അപ്പോൾ എ നേഷൻ കനോട്ട് ക്ലെയിം ഇറ്റ്സ് മോറൽ വാല്യൂസ് ആർ യൂണിവേഴ്സൽ. അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ മോറൽ വാല്യൂസ് യൂണിവേഴ്സലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആറാമത്തത്, പൊളിറ്റിക്സ് ഈസ് ഓട്ടോണോമസ്. പൊളിറ്റിക്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം എക്കണോമിക്സ്, ലോ ആൻഡ് എത്തിക്സ്. ഇതിൽ നിന്നെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയതാണ് എന്ത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോർഗന്തോസിൻ്റെ 6 പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഠിച്ചത്. ദെൻ ടൈപ്സ് ഓഫ് റിയലിസം. ക്ലാസിക്കൽ റിയലിസമാണ്. ആരൊക്കെയാണ് കീ തിങ്കർ എന്ന് പറയുന്നത്? ഹാൻസ് ജെ മോർഗന്തോ തന്നെയാണ്. ഫോക്കസ് ഓൺ ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻസ് നേച്ചുറലി സീക്ക് പവർ. അല്ലേ, അവർ അധികാരത്തിന് വേണ്ടി, അധികാരം നേടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അത് സ്വാഭാവികമാണ്. ദെയർഫോർ സ്റ്റേറ്റ് ഓൾസോ പെർസ്യൂ പവർ. അതുപോലെ തന്നെയാണ് ഓരോ രാഷ്ട്രങ്ങളും അവരുടെ അധികാരം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അധികാരം കൈയാളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നിയോ റിയലിസം സ്ട്രക്ചറൽ റിയലിസം എന്നും അറിയപ്പെടും. ആരാണ് സ്ട്രക്ചർ റിയലിസത്തിൻ്റെ ആൾ? കെന്നത്ത് വാട്ട്സ് ആണ്. ഫോക്കസ് ഓൺ സ്ട്രക്ചർ ഓഫ് ഇൻ്റർനാഷണൽ സിസ്റ്റം. കേട്ടോ, ആദ്യത്തിൽ പവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രക്ചറാണ് ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ. അനാർക്കി ഫോഴ്സസ് സ്റ്റേറ്റ് ടു കോമ്പീറ്റ്. ബാലൻസ് ഓഫ് പവർ ബിക്കം ഇമ്പോർട്ടൻ്റ്. അല്ലേ, ബാലൻസ് ഓഫ് പവർ. അതേ ഒരു രാജ്യത്തിൻ്റെ ആ പവറിൻ്റെ ഈക്വലായിട്ടുള്ള വെപ്പൺസ്, എക്കണോമി എല്ലാം ഈക്വലാക്കാണ് അടുത്ത രാജ്യം. അപ്പോൾ ബാലൻസ് ഓഫ് പവർ വരുന്നൊരു അവസ്ഥ. റിയലിസത്തിൻ്റെ കീ കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ബാലൻസ് ഓഫ് പവർ. എന്താണ് ബാലൻസ് ഓഫ് പവർ? സ്റ്റേറ്റ്സ് ഫോം അലയൻസസ് ടു പ്രിവെൻറ്റ് ഡോമിനേഷൻ ബൈ വൺ പവർഫുൾ സ്റ്റേറ്റ്. അല്ലേ, മറ്റൊരു ശക്തിയാർന്ന രാജ്യം നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള അലയൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള അലയൻസ് സ്റ്റേറ്റ് ഫോം ചെയ്യും. എക്സാമ്പിൾ നാറ്റോ അലയൻസസ്, USA കേട്ടോ. ദെൻ നാഷണൽ ഇൻട്രസ്റ്റ്, സെൽഫ് ഹെൽപ്പ് സിസ്റ്റം, സെക്യൂരിറ്റി dilemma. When one state increases security, other state feel threatened and increase their power. അതായത് ഒരു രാജ്യം സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂട്ടുന്ന ടൈമിൽ മറ്റേ സ്റ്റേറ്റ് അത് അവർക്ക് ത്രെട്ടൻഡ് ആവുമോ എന്നുള്ള ഭയം, അതുകൊണ്ട് അവരവരുടെ പവർ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദിസ് ക്രിയേറ്റ്സ് ആം റെയിംസ് ആൻഡ് ടെൻഷൻ. ഇതാണ് ആയുധം
നിങ്ങളുടെ കളക്ഷൻ കൂടാനും അതുപോലെ രാജ്യങ്ങൾക്കിടയിൽ ടെൻഷൻ ഉണ്ടാക്കാനും കാരണമാകുന്നു. ഇനി സ്ട്രെങ്ത്സ് ഓഫ് റിയലിസം എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻസ് പവർ പൊളിറ്റിക്സ് ക്ലിയർലി, then helps understanding war and conflicts, realistic explanation of state behavior, useful for analyzing foreign policy. അതൊക്കെയാണ് റിയലിസത്തിനെ സ്ട്രെങ്ത് ആക്കുന്ന കാര്യങ്ങൾ. ദെൻ ക്രിറ്റിസിസം ഉണ്ട് റിയലിസത്തിനെതിരെ. ഇഗ്നോർസ് റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് യുണൈറ്റഡ് നേഷൻ, അല്ലേ, UN പോലെയുള്ള ഓർഗനൈസേഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്നില്ല. അതുപോലെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ്സ് കോപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, രാജ്യങ്ങൾക്കിടയിലെ സഹകരണത്തെക്കുറിച്ച്. ഫോക്കസ് ടു മച്ച് ഓൺ മിലിറ്ററി പവറിൽ മാത്രം ഒരു ഫോക്കസ് ചെയ്യുന്നു. നെഗ്ലക്ട്സ് എത്തിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ലോ, അല്ലെ, ഇൻ്റർനാഷണൽ ലോ, എത്തിക്സ് ഇവയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ റിയലിസം എന്ന് പറയുന്നത്. കൂടുതൽ നോട്ട്സ് കളക്ട് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാനിടും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് ഇഷ്ടപ്പെട്ടാണ്ടല്ലോ ഒന്ന് ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.